ഹലോ ഗൈസ്, എന്തെല്ലാവർക്കും സുഖമല്ലേ? ഇന്നിതാ അമ്മാനും കൊണ്ട് ഒരു ചെറിയ ട്രിപ്പിന് പോവാണ്. കണ്ടില്ലേ നിക്കണൊക്കെ? ഇതെന്താണ് ഉമ്മ പിടിച്ച് കെട്ടിട്ട് നിങ്ങള്? അതിനിപ്പോ തന്നെ കെട്ടിയിടണം ഞങ്ങള്. അപ്പൊ ഞങ്ങള് സൂചിപ്പാറ വരെ ഒന്ന് പോവാണ്. അവിടെ ഒന്നോളി സൂചിപ്പാറ പോവാണ്. അതായത് ഗൂഡല്ലൂർ കഴിഞ്ഞിട്ടുള്ള സൂചിപ്പാറ എന്ന സ്പോട്ടേക്ക് പോവാണ്. അപ്പം നമ്മളെ കൂടെ നമ്മളെ ഫ്രണ്ടായിട്ടുള്ള അനസും അവൻ്റെ വൈഫും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് പോണ വഴിയിൽ പിക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ഓൺ ദ വേ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓടിത്തുടങ്ങി. ഏകദേശം ഒരു 130 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ സൂചിപ്പാറ എന്ന് പറഞ്ഞ സ്പോട്ടിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ പോണ വഴിയിൽ നമുക്ക് പാണ്ഡിമുറ്റം പമ്പിൽ നിന്ന് പെട്രോൾ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് താന്നോളൂരിൽ നിന്ന് അനസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനും പോയി ഒന്ന് മീറ്റ് ചെയ്തിട്ട് അവരും കൂടി ഒന്നിച്ച് വേണം പോകാൻ. അപ്പോൾ ഗൈസ് നമ്മളെ ലൈനപ്പിലുള്ള എല്ലാ വണ്ടികളായി അത് കണ്ടില്ലേ, സെറ്റ് തന്നെ. എൻ്റെ മോനെ ഉമ്മ നിൽക്കണോക്ക. എന്താണ് മര്യാദക്ക് പെരയെ കിടന്നുറങ്ങിയ ആളാണ്. വിളിച്ചു കിടന്നിട്ട് നിക്കണ നിർത്താൻ നോക്ക്. വിളിച്ചിട്ട് പറയാം ഞാനില്ലാന്ന്. അതുവരെ എന്നെ വിളിച്ച് മോഹിപ്പിച്ചാണ്ട് വണ്ടിയുമ്പോ ചാവി തരണ്ടല്ലോ. നിങ്ങള് പോവോ? ഉറപ്പാ? എൻ്റെ പൊന്നെ. അപ്പം ഞങ്ങൾ 2 ഡൊമിനോറൊക്കെ ആയിട്ടാണ് പോണത്. ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോവാ ഉയരം. അപ്പോൾ എൻ്റെ പൊന്നെ സൈഡിൽ അങ്ങനെ ഇരുന്നിട്ട് ശീലായി. ഇതാണ് കുറച്ചും കൂടി സേഫ്. അപ്പോൾ എടുത്തുറാ അപ്പോൾ നമ്മൾ റോളിങ്ങിലാണ്. ഇനി ഓൺ ദ വേയിൽ എവിടെയെങ്കിലും ചായ വെടിക്ക് നിർത്തുമ്പോൾ കാണാം. രാത്രി ആയതുകൊണ്ട് ഒന്നും റൈഡ് ചെയ്യണമൊന്നും കാണൂല, അതാണ് വിഷയം. ലൈറ്റ് ഇല്ലല്ലോ. ഇപ്പം ഏകദേശം ഒരു 4:30 കഴിഞ്ഞു, 4:45 ആവണേ. അപ്പോൾ കാണാം മൊത്തത്തിൽ. ഓക്കെ, ശരി എന്നാ. അപ്പോൾ ഗൈസ് ചായ പിടിക്കാൻ നിർത്തിയതാണ്. കണ്ടില്ലേ 2 മണുങ്ങൾ നിൽക്കണ്. അതാ നമ്മുടെ വണ്ടികൾ. 2 ഡൊമിനർ. ഓക്കെ, ഇരുട്ടത്താണ്. എന്താ പാട്? എങ്ങനെയുണ്ട്? ഇതൊന്ന് ഊരി വെച്ചോളി. അത് ഊരി വെച്ചോളി. ചായ പിടിക്കണ വരെ അത് ഇട്ടുകൊണ്ടിരിക്കല. ഗ്ലാസ് ഊരിക്കളി. ഷേ, എന്താണ് എൻ്റെ അമ്മങ്ങൾ കളിക്കണത്? റൈഡർ ചായ വേണ്ടേക്ക്? അതെന്തേ? ചായ പിടിക്കണ നേരല്ലേ? നല്ല കഥ. അപ്പൊ ഗൈസ് നമ്മളിവിടെ നിന്ന് തെറക്കിയാണ്. എടാ വണ്ടി എടുത്ത് കയറ വേഗം. കേറിങ്ങള്. പൊന്നു മോനെ, എൻ്റെ അമ്മാനെ ഒന്ന് മേച്ചോണ്ട് നടക്കാനുള്ള പാട്. അതോ ഒന്നുമില്ല വിവി. വിവി എന്തെല്ലാം പറയുന്നത്? നമ്മളൊന്നും അറിഞ്ഞൂടാ. ഞങ്ങൾ തെറിക്കട്ടെ. അമ്മേ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാനും പിന്നെ എയറൊന്ന് ചെക്ക് ചെയ്യാനും വേണ്ടി ഇറങ്ങിയതാ. ഏകദേശം മമ്പാടെത്തി. മമ്പാട്. റൈഡർ ഗേൾ ഒന്ന് ഇങ്ങനെ തരിച്ച് നിക്കണ്. കേറ് റൈഡർ ഗേൾ. ഇപ്പൊ ബാഗ് ഇടാൻ സുഖണ്ടോ?
പൊതുവെ ബൈക്കിൽ പോണ ആൾക്കാരെ കേട്ടില്ല. എന്തിനാ? ആനക്ക് മഞ്ചിന്റെ പാക്കറ്റ് വാങ്ങി കൊടുക്കേ ആട് ചെല്ലി. അത് പറഞ്ഞിട്ട് ആനെ എന്നാ മഞ്ചെന്ന് പറഞ്ഞോളി. മടല് ചീന്തണ മാതിരി ചീന്തിയാണ്ട് വെക്കും നിങ്ങളെ. ഈ ഒരു കണ്ടം ഇവര് ഇത്രയും കാലമായിട്ട് നന്നാക്കിയിട്ടില്ലേ. അപ്പൊ കേരളം കഴിയാനായിട്ടാ. കേരളം അവിടെ കൂടി കഴിഞ്ഞിട്ടാ അവിടെ. വെൽക്കം ടു തമിഴ്നാട്. ഈ കേരളം കഴിഞ്ഞപ്പോ തമിഴ്നാട് ആകെ നാറേ റോഡായല്ല. ഇവിടെയാണ് ഒരു പണ്ടൊരു പെണ്ണ് തൂങ്ങി മരിച്ചേ. പെണ്ണിന്റെ പേര് സുലൈക്ക. എന്നമ്മാ എനിക്കറിയില്ല നിങ്ങൾ എന്താളാണ്. അവിടെ പണി അതാ പിടിച്ചോളി. എടാ വണ്ടി ഓഫാക്കാനല്ലോ പറഞ്ഞത്. സുഖല്ലേ മോനെ? എടുത്തോളേ. ഇപ്പൊ തീർന്നീന്ന് മൂപ്പര് ചാടാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടി ഇതാ ഗൈസ് എങ്ങോട്ട് നോക്കി. നിങ്ങൾ എന്താ നിന്ന് ഉറങ്ങി തൂങ്ങണ്? എന്താ പിന്നെ തണുത്തിട്ട് നിക്കണില്ലേ? നല്ല കഥ. നബീശോ ഇങ്ങോട്ടോക്ക. നബീശോ പാവാണ്. നടന്ന് കണ്ടത്. ആനെ കാണാൻ നമുക്ക് തൃശ്ശൂർ മൃഗശാലയിൽ പോവാ. പിന്നെ ഏതാനാണ്? അവള് ഉറങ്ങാന് അല്ലാണ്ട് വേറെന്തിനു വന്നത്? കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. വയ്യ കേറാനും ഇറങ്ങാനൊന്നും. തളർന്നിക്കണ്. തണുത്തിട്ട് അത്രയും ആയിക്കണ് ഇല്ലമ്മ. തണുത്തിട്ട് വയ്യല്ലേ. ആന്ന് എന്താ അല്ലേ. നിങ്ങൾ ഏതാ കണ്ടേ? മനസ്സ് തന്നെ ഇതിനെന്തിനു കൊടുന്നാണ് ഇത് നോക്ക. എന്റെ അമ്മാൻ അത്രയും കൂടി വയ്യല്ല ഇതിന്. പാവാണ്. ഇഞ്ഞും പോവാണ്ട്. പിന്നെ നിങ്ങൾ എന്റെ പൊന്നെ അത് കാട്ടുമൊന്തല്ല. പിന്നെ നിങ്ങള് എന്താണ് ഇത് എന്താ പറയാ കാട് ആസ്വദിക്കാൻ വന്നിട്ട് നിങ്ങള് കാട്ടുമൊന്താന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് റിസോർട്ടാണ്. അതൊക്കെ വീടുകൾ. ആ ഗൂഡല്ലൂർ ടൗണില്ലേ, അതാണ്. ആയിക്കോട്ടിൽ ഇപ്പൊ നമ്മള് കേറി വന്നേ. കാക്ക തന്നെ നമ്മ പോവാ. സാൻഡ്ലോ കാസ്റ്റല്ലേ. എന്തായാലും വ്യൂല് വ്യൂലല്ല. എന്താ പൊന്നെ. ഹലോ. ഓ ഇവിടെ വന്നിട്ട് എനിക്ക് റേഞ്ച് ഇട്ടുണ്ട് അതിന്റെ മേലൊക്കെ. മിസ് കോളല്ലേ വിട്ടത്, മിസൈലൊന്നല്ലല്ലോ. അയ്യോ കണ്ടിക്കണത് നിങ്ങളെ തൊഴിലുറപ്പത്തെ ആൾക്കാർ കണ്ടിക്കണത്. കുണ്ടിൽപേട്ടക്കല്ലമ്മ ഗൂഡല്ലൂരാണ്. എവിടേക്കാണ്? ഗൂഡല്ലൂർക്ക് പോണോ? എല്ലാ കഥ ചിലപ്പോ താഴ്ത്തു പോയി. പൈസ ഉണ്ടാക്കി
പൈസ ഉണ്ടാക്കാൻ ട്രിപ്പ് പോവാ അല്ലേ? യോ ഗായ്സ് വൈബാണ്. എന്താ കാട്ടി കൊടുത്താൽ തൊഴിലുറപ്പിൽ പെണ്ണുങ്ങൾക്ക് പക്ഷോനെ ഞാൻ തൊഴിലുറപ്പിൽ വരൂലട്ടാ, നീ ഞാനൊരു ശരീരം അമർന്നെടുക്കില്ല. അതെന്തേ? ടൂറ് പോരാന് ഇനിയിപ്പോ എന്താ പറയാ അതോ കാണുമ്പോ ഇത് കാണുമ്പോളാ ഇതൊക്കെ വലിയ വലിയ മരങ്ങളല്ലേ, പിന്നെ അതിന്റെ മൂത്തായിട്ട് ജോലിക്കുള്ളൂ. ഇനി മക്കളെ ഞാൻ തൊഴിലുറപ്പിനില്ല. നിങ്ങൾ തൊഴിലുറപ്പിന് പോകാത്ത? തൊഴിലുറപ്പിന് പോകാച്ചാല് തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാല് ഇങ്ങനെ സ്ഥലത്തേക്ക് വരാൻ പറ്റും. നിങ്ങൾ കളിക്ക് അങ്ങോട്ട് നിൽക്കല്ല. ഇല്ലില്ല, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റാ കിടക്കും. അതാ കെട്ടിക്കിടും കിണ്ടി വെള്ളം. 3 മണിക്ക് പോകുന്ന മക്കൾ ഞാനിപ്പോ ഗൂഡല്ലൂർ എത്തി നിൽക്കുകയാണ്. എന്നാ കോളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിക്കണത് ഇന്റെ തന്നെ. ഇനി ഞാന് മനസ്സെന്താ അവിടെ പണി? എന്താ വീസു ഒപ്പന അയച്ച് താഴത്ത് പോണണ്ട്. വീസു കുറ്റക്കേട് കുറ്റക്കേട്. ചാടി അതിന്റെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇല്ല എത്താ നിങ്ങള് പറയണേ? ഓന്റെ മാനക്കാട്ടും പ്രായം ഞങ്ങൾക്ക് 10-65 വയസ്സായില്ലേ, എന്നിട്ട് നമ്മള് പുട്ട് പോലെ നടക്കണില്ലേ? അതാണ് ഞങ്ങള് തൊഴിലുറപ്പിൻ്റെതാണ്, പവറാണിത്. എന്തൊരു എളിമയിലൂടെ പറഞ്ഞൊക്കെ കേക്കണേ. അതന്നെ കുളുകുയി കുളുകുയി. മോനെ വാരി കൊറേ ഇട്ടിക്കണ്, ഇനി ഇടണോ? കൊറേ നേരം മമ്മൂട്ടിയെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഒരു ഉമ്മയും മോനും ഇറങ്ങിക്കാണ്. ഇങ്ങോട്ട് നടന്നോടി. നിങ്ങൾ എന്താണ് എന്ത് വയ്യേ കേറി വരാൻ? അല്ലേ മുട്ടൻകാലിന്റെ വേദന നമ്മൾ അമ്മാനോട് കൊണ്ടുപോയി പിന്നെ കുറഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ടില്ല. ആ അമ്മാനെയാണ് കൊണ്ടുവരുന്നത്. എന്താണ് എന്റെ മോനെ? ഓളെ കയ്യിലുള്ള പൂ കണ്ടോ നിങ്ങള്? അത് പിടിച്ചിട്ടാണ് ഓള് നോക്കണത്. എങ്ങനെയുണ്ട് മാ വ്യൂ? രസണ്ടാ വ്യൂ കാണാൻ? ഭംഗിണ്ടായിരിക്കും. മഞ്ഞല്ല, മേഘത്തിന്റെ മേലെ തീരുന്നു. തേയിലത്തോട്ടം കച്ചവടക്കാനിപ്പോ തൊഴിലുറപ്പിന് വന്നതാണ്. ഡിഫൻസ് മെച്ചപ്പെടുത്തുക, തൊഴിലുറപ്പ് ശരിയാവില്ല. ഞാൻ തേയിലത്തോട്ടം അവിടെ നിന്നിട്ട് എത്ര അറിഞ്ഞാട് എനിക്ക് ഒരു തൊണ്ടാൾ പോയിരിക്കുന്നു. തൊണ്ടാൾ കച്ചവടക്കല്ല, അത് വെച്ചതിന് അത് ഇവിടുത്തെ തേയില തുള്ളണ ചേച്ചിയാണ്. ചേച്ചി ആ ചേച്ചി ഇതിപ്പോ നമ്മള് മൊത്തത്തിൽ ഇപ്പൊ ഇത് ഇത്ര ഏരിയണ്ട്, എത്ര വെച്ചെടുക്കും? എത്ര എടുക്കാൻ വേണ്ടി മാക്സിമം? എനിക്കൊരു 10 ഏക്കർ വേണം. ടൂറ് വന്നപ്പോ സ്ഥല കച്ചവടമായോ? ഇത് ടോട്ടൽ കാണുന്നുണ്ട് ഒരു 13 ഏക്കർ ഉണ്ട്. 10 ഏക്കർ ആക്കി 3 ഏക്കർ മാത്രം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മാക്സിമം 13 ഏക്കർ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്തൊരു പ്രശ്നമാണ് സജി. റേറ്റ് നിങ്ങൾ ആദ്യം നിങ്ങൾ വന്നപ്പോ പൈസ നിങ്ങൾക്ക് ഒരു വിഷയമല്ല. മോനെ ഒരു മുതലിനെ കിട്ടി. അടി 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 കള്ളത്തി. ഇങ്ങോട്ട് നോക്കടി തെണ്ടി. കണ്ടല്ലേ ഇരിക്കുന്ന ഇത്തം കണ്ട. അയ്യ ഹെൽമെറ്റ് പിടിച്ചിട്ട് ക്ഷീണിച്ച് അതുകൊണ്ടാണ് തലയിലിട്ട് കേട്ടോ, വേറൊന്നുമില്ല.
കഴിഞ്ഞ ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞില്ലേ? തിരിച്ച് നാട്ടിൽ പോവല്ലേ? ആയി മക്കളെ നാട്ടിൽ പോവുകയാണ്. പിന്നെ അടുത്ത ആഴ്ച വീണ്ടും ഞങ്ങൾ വരും. അത് ഇവിടെ അല്ല, വേറെ. ഇനി എവിടേക്കാ പോണേ? ഇനി ഞാൻ പോണത് എവിടേക്കാന്നുള്ളത് ആണ്ടിയമ്പാറയാണ്, തേക്ക് മ്യൂസിക്കാണ്. നമുക്ക് ആതിരപ്പള്ളി പോയാലോ? ആതിറാന്റെ പള്ളിയിലും പോകണം. ആതിറാന്റെ പള്ളി, ആതിരപ്പള്ളി പോണം മക്കളെ. മൃഗശാലയിൽ പോയിട്ട് കുരങ്ങനി മൃഗശാലയിൽ പോണം. നബിസ്ഥാത്തഞ്ഞി വെറുതെ ഇരിക്കണില്ല. നബിസ്ഥാത്ത് ആഴ്ചയിൽ തൊഴിലുറപ്പിനും പോകും, ഞായറാഴ്ച ദിവസം ടൂറ് പോവുകയാണ്. നിങ്ങളൊക്കെ ഇത്രയും കാലം പിന്നെ തൊഴിലുറപ്പിൽ പോയിട്ട് സമ്പാദിച്ച പൈസ ഒക്കെ അവിടെ ബാങ്ക് എടുക്കല്ലേ. നബിസ്ഥാത്ത് ഇങ്ങനെ ടൂർ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. വീണ്ടും പോകും. ഇനി നബിസ്ഥാത്ത ജോർദാനിൽ പോകും, അസർബൈജാനിൽ പോകാണ്ട്. ആദ്യമൊക്കെ ഞാൻ ബൈക്കായിട്ട് പോകാൻ ടാസ്ക്കാണ്. അതൊക്കെ ബൈക്ക് ഇന്ന് പോകണ്ട, അതിനൊക്കെ പോകാനുള്ള സൗകര്യം ഇപ്പൊ ചെയ്യൂലേ. നബിസ്ഥാത്ത പോകും, തീർച്ചയായിട്ടും പോകും. കൊറേ ആൾക്കാർ ഞാൻ വിളിച്ചു നോക്കി, തൊഴിലുറപ്പിന്ന് പോരാന്ന് വരണില്ല. തുസാര അയൽക്കൂട്ടത്തിന്ന് പോരാൻ വിളിച്ച് പോരുന്നില്ല. 14 പാടിന്ന് വിളിച്ച് പോരുന്നില്ല. ആരും പോരുന്നില്ല. ഇനി ഞാൻ അങ്ങോട്ട് ഒരു പോക്ക് പോകുന്നു പറഞ്ഞാണ്ട് പോകണ്ട. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ ഇങ്ങനെ ഗവൺമെന്റ് ജോലി തൊഴിലുറപ്പിൽ ഞാൻ വീണ്ടും കയറും. എന്നിട്ട് പിന്നെ ഞാൻ പൈസ ഉണ്ടാക്കും, ഞാൻ ടൂറ് പോകും. ഇനി വിചാരിച്ച മാതിരി ആവില്ല. ഇനി നമ്മൾ 1.5 ടൂറാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ നിർത്തല്ലേ? പിന്നെ മഹസ്സലാം, ഞങ്ങൾ വീഡിയോ നിർത്തി. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് കാണാം. ഓക്കെ.